ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു സീസണിൽ നമുക്ക് ഫ്ലവറിങ് തരുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കാശിത്തുമ്പ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. അതിൻ്റെ ഒരു വൈറ്റ് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി. ഇത്തരത്തിൽ കുറച്ച് ചെടികൾ നമുക്ക് പരിചയപ്പെടാം. ഈ ചെടിയുടെ ഒരു പ്രത്യേകത നിറയെ പൂക്കൾ ഉണ്ടാവും. അതേപോലെ തന്നെ വിത്തുകളാണ് നമ്മൾ ഇത് ചെടി മുളപ്പിക്കാൻ വേണ്ടി എടുക്കാറ്. പൂക്കൾ ഉണ്ടായി തുടങ്ങിയതിൻ്റെ ഏകദേശം 2-3 മാസം വരെ നമുക്ക് ആ ചെടിയിൽ നിറയെ പൂക്കൾ ഇതേപോലെ ഉണ്ടായി കിട്ടുകയും ചെയ്യും. വിത്ത് മുളച്ച് ഏകദേശം 1 മാസം ആകുമ്പോഴേക്ക് ചെടിയിൽ പൂക്കളൊക്കെ വിരിയാൻ തുടങ്ങും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഗാർഡൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്ലാന്റ് നമ്മൾ ആ ഒരു ഭാഗത്ത് മൊത്തമായിട്ട് നട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പൂന്തോട്ടം നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പാകമായ വിത്തുകളാണ് നമ്മൾ മുളപ്പിക്കാനായിട്ട് എടുക്കുക. ഈ പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൂക്കൾ വിരിഞ്ഞ ഭാഗത്ത് മുഴുവൻ നമുക്ക് വിത്തുകൾ പകർന്ന് കിട്ടുകയും ചെയ്യും. അടുത്തതായിട്ടാണ് നമ്മൾ ലന്താന ചെടികൾ ഇതേപോലെ തന്നെ നമുക്ക് ഓരോ ടൈമിൽ നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. ഇതിൻ്റെ സ്മെല്ലും നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മൾ പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് നമ്മൾ കട്ട് ചെയ്ത് ബുഷിയാക്കി നിർത്തിയിട്ടുള്ള ചെടിയാണ്. ഇതിൻ്റെ വേറെ വെറൈറ്റി കളറുകളുണ്ട്. ഇതിന് മഞ്ഞ, ഓറഞ്ച് അത്തരത്തിലുള്ള കളറുകളൊക്കെ നമുക്ക് ഈ ലന്താന ചെടിയിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ കൊമ്പ് മുറിച്ച് നട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുന്നത് ചാണകപ്പൊടി, മണ്ണ്, എല്ലുപൊടിയൊക്കെ തന്നെയാണ് നമ്മൾ ഈ ചെടികൾ നടാൻ വേണ്ടി എടുക്കാറ്. നമ്മൾ വർഷത്തിൽ ഒരു തവണ നമ്മൾ ഈ ചെടിയൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ചട്ടിയിൽ വളം കുറയുന്ന സമയത്ത് നമുക്ക് ചെടി ഒന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. പിന്നെ പ്രൂൺ ചെയ്തിട്ട് നമുക്ക് നിർത്തുകയാണെങ്കിൽ ഏത് സമയത്ത് ഇതിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. നല്ല വെയിലുള്ള സ്ഥലത്താണ് വെച്ച് കൊടുക്കേണ്ടത്. പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി നല്ല വെയിൽ അത്യാവശ്യമാണ്. അടുത്തൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണിത്. ഇതിൽ ഫ്ലവറിങ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കുറേ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. അടുത്തതായിട്ട് നമ്മുടെ 10 മണി ചെടികളാണ്. 10 മണി ചെടികൾ നമുക്ക് ഇതേപോലെ നിറയെ പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. അതിൻ്റെ കുറച്ച് വെറൈറ്റികൾ നമ്മൾ ചട്ടിയിലും ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് നമ്മുടെ പൂന്തോട്ടത്തിൽ വിരിഞ്ഞിട്ടുള്ള പൂക്കൾ. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.